അതുകൊണ്ട് ലോകം നിയന്ത്രിക്കുന്നത് അല്ലല്ലാത്ത മറ്റു ഇതര സൃഷ്ടികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റുബൂബിയത്തിൽ അവന് പിഴവുണ്ട്. അപ്പൊ തൗഹീദ് 3 ഇനമാണ് എന്ന് പറയുമ്പോൾ ശിർക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ 3 ഇനത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കണം. റുബൂബിയത്തിൽ പങ്കു ചേർക്കുക, ഉലൂഹിയത്തിൽ പങ്കു ചേർക്കുക, അൽ അസ്മാഉ വസിഫാത്തിൽ പങ്കു ചേർക്കുക എന്ന. റുബൂബിയത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവാണ് ലോകം ഭരിക്കുന്നത്, ലോകം നിയന്ത്രിക്കുന്നത്, ലോകം സൃഷ്ടിക്കുന്നത്, എല്ലാ ആളുകൾക്കും ഉപജീവന മാർഗം നൽകുന്നതും അള്ളാഹുവാണ്. ഈ ഒരു വിശ്വാസത്തിൽ ഒരാൾക്ക് ശിർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ വിശ്വസിക്കുകയാണ് ലോകം നിയന്ത്രിക്കുന്നത് അല്ലാത്ത വേറെ സൃഷ്ടികളാണ് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശിർക്കിലകപ്പെട്ടിട്ടുണ്ട്. ഏതിലുള്ള ശിർക്കാണ്? റുബൂബിയത്തിലുള്ള ശിർക്കാണ്. എന്നാൽ അതേ സന്ദർഭത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, നേർച്ച വഴിപാടുകൾ അവർക്ക് നേരുന്നു, അവർക്ക് സുജൂദ് ചെയ്യുന്നു, അവരോട് സഹായം അർത്ഥിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉലൂഹിയത്തിലാണ് എന്ത് ചെയ്യാം? ശിർക്ക് സംഭവിക്കുക. കാരണം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത് എന്ത് ചെയ്തു? അല്ലാത്ത മറ്റുള്ള അടിമകൾക്ക് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്തു. എന്നാൽ അതേ സമയത്ത് ഒരാൾ വിശ്വസിക്കുകയാണ് എവിടുന്ന് വിളിച്ചാലും ചില ആളുകൾ കേൾക്കും, എവിടുന്ന് വിളിച്ചാലും ചില ആളുകൾ അറിയും, എന്റെ ഹൃദയത്തിലുള്ളത് അറിയും എന്നിങ്ങനെയൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അൽ അസ്മാഉ വസിഫാത്ത് അള്ളാന്റെ നാമഗുണ വിശേഷണങ്ങളിലാണ് ശിർക്ക് സംഭവിക്കുന്നത്. കാരണം എവിടുന്ന് വിളിച്ചാലും കേൾക്കാൻ സാധിക്കുന്നവൻ അള്ളാഹുവാണ് സമീഅ്. അള്ളാഹുവിന്റെ കേൾവിക്കുന്നില്ല, യാതൊരു പരിധിയുമില്ല. എല്ലാത്തിനും എന്തെയും അള്ളാഹു കേൾക്കുന്നതാണ്. ഏത് ഭാഷയിൽ ഏത് സ്ഥലത്ത് നിന്ന് വിളിച്ചാലും എല്ലാ ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ആ ഒരു സമയത്ത് കേൾക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ലോകത്തിന്റെ ഏതറ്റത്ത് നിന്ന് ആളുകൾ അള്ളാഹുവിനെ വിളിച്ചാലും ആ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകാൻ കഴിവുള്ളവരുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം തന്നെ ഇന്നല്ലാഹ അലീമുൻ ബിദാതി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണോ അതും അറിയുന്നവൻ അള്ളാഹുവാണെന്ന്. എന്നാൽ ചില ആളുകൾ പറയുന്നത് സൃഷ്ടികളായ മനുഷ്യന്മാർ അവർ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയുന്ന, അവർ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിക്കുക അൽ അസ്മാഉ വസിഫാത്തിലാണ്, അള്ളാന്റെ നാമഗുണ വിശേഷണങ്ങളിലാണ് ശിർക്ക് സംഭവിക്കുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള സാധാരണ ജനങ്ങളുടെ വിശ്വാസം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ മൂന്ന് വിഭജനത്തിൽ ഏതെങ്കിലും ഒന്നിൽ ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്.